സെന്റ് ആന്റണീസ് ഇടവകയിൽ സ്ഥാപിതമായിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ നാമധേയത്തിലുള്ള സെന്റ് മേരീസ് ഫാമിലി യൂണിറ്റിന് മാർഗനിർദ്ദേശം നൽകി വഴി നടത്തിക്കൊണ്ടിരിക്കുന്ന വികാരി റവറൻ ഫാദർ ജോൺ പൈനുങ്കലിനോടും അസിസ്റ്റന്റ് വികാരി ഫാദർ ടോജോ വാഴലിനോടുമൊത്തുള്ള നമ്മുടെ യൂണിറ്റിന്റെ കഴിഞ്ഞ 2 വർഷക്കാലത്തെ പ്രവർത്തന വഴികളിലൂടെ നമുക്കൊന്ന് കടന്നുപോകാം. 2024 ജൂൺ മാസത്തിൽ സെന്റ് മേരീസ് ഫാമിലി യൂണിറ്റിനെ നയിക്കുന്നതിനായി പുതിയ ഭരണസമിതി ചുമതലയേറ്റു. പ്രസിഡന്റ് ശ്രീമതി ജിഷ സജി, വൈസ് പ്രസിഡന്റ് ശ്രീ എസ് ഡി പൗലോസ്, സെക്രട്ടറി ശ്രീമതി ലിജി ബെന്നി, ജോയിന്റ് സെക്രട്ടറി ശ്രീ നിജോ ജോസ്, ട്രഷറർ ശ്രീ കെ ടി തോമസ്, കമ്മിറ്റി അംഗങ്ങളായി ശ്രീ കെ ഒ ജോണി, ശ്രീമതി ബിനി പോൾസൺ എന്നിവരെ തിരഞ്ഞെടുത്തു. എല്ലാ മാസവും നടത്തപ്പെടുന്ന കുടുംബയോഗങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം ബൈബിൾ ക്വിസ്, ജനറൽ ക്വിസ് എന്നിവയും കലാപരിപാടികളും നടത്തപ്പെടുന്നു. ബർത്ത്ഡേ, വെഡിംഗ് ആനിവേഴ്സറി എന്നിവ ആഘോഷിക്കുന്നവർക്ക് മധുരം നൽകി ആദരിക്കുന്നു. വൈദികരുടെ മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ ഫീസ്റ്റ് ആഘോഷവേളയിൽ നമ്മുടെ ഇടവകയിലെ 2 വൈദികരെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു. ഓഗസ്റ്റ് മാസം നമ്മുടെ യൂണിറ്റ് മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളും സ്വാതന്ത്ര്യ ദിനവും വൈവിധ്യമാർന്ന കലാപരിപാടികളോടും അത്താഴ വിരുന്നോടും കൂടി അതിമനോഹരമായി ആഘോഷിച്ചു. അതോടൊപ്പം യൂണിറ്റിലെ എല്ലാ അമ്മമാർക്കും സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. തൊട്ടടുത്ത മാസത്തിലെത്തിയ ഓണത്തെ യൂണിറ്റ് അംഗങ്ങളിൽ നിന്നും ശേഖരിച്ച ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ഓണസദ്യ ഒരുക്കിയും പൂക്കളവും ഓണക്കളികളുമായി ഓണാഘോഷം 2 വർഷവും എന്നെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന ഒരാഘോഷമാക്കി മാറ്റി. എളവൂർ സെന്റ് ആന്റണീസ് ചർച്ച് സെൻട്രൽ കമ്മിറ്റി ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ ശ്രാവണം 24-ൽ വിവിധ മത്സരങ്ങളിൽ നമ്മുടെ യൂണിറ്റ് അംഗങ്ങൾ പങ്കെടുത്തു. ഓർമ്മയിലെ ഓണം എന്ന ഷോർട്ട് ഫിലിം മത്സരത്തിൽ നമ്മുടെ യൂണിറ്റിന് 1ാം സമ്മാനവും ജൂബിലി വർഷത്തിൽ ഓണത്തോടനുബന്ധിച്ച് നടന്ന ഒരുമിച്ചോണം നല്ലോണം എന്ന പരിപാടിയിൽ ഓണപ്പാട്ടും ദൃശ്യാവിഷ്കാരവും എന്ന മത്സരത്തിൽ 1ാം സമ്മാനവും കൈകൊട്ടി കളിക്ക് 3ാം സമ്മാനവും ലഭിച്ചു. കലാ കായിക പരിപാടികളിൽ നമ്മുടെ യൂണിറ്റ് അംഗങ്ങളുടെ സജീവ പങ്കാളിത്തമുണ്ടായിരുന്നു. ഒത്തിരി സമ്മാനങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിച്ചു. പങ്കെടുത്ത എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ഒക്ടോബർ മാസത്തിൽ ഭവനങ്ങളിൽ നടത്തപ്പെടുന്ന 10 ദിവസത്തെ കൊന്തയിൽ യൂണിറ്റ് അംഗങ്ങൾ ഭക്ത്യാദരപൂർവം പങ്കെടുക്കുന്നു. പള്ളിയിൽ നിന്നും മാതാവിന്റെ രൂപം, വർണ്ണശബളമായ ബലൂണുകളും ജപമാലകളും കൈകളിലേന്തി ഭക്തി നിർഭരമായ പ്രദക്ഷിണമായി യൂണിറ്റ് അംഗങ്ങൾ എല്ലാവരും ചേർന്ന് മാതാവിനെ ആദ്യ ദിനത്തിലെ കൊന്ത നടത്തുന്ന ഭവനത്തിലേക്ക് കൊണ്ടുവരികയും തുടർന്നങ്ങോട്ടുള്ള ദിനങ്ങളിൽ ഭക്തിപൂർവം കൊന്ത നടത്തുകയും സമാപന ദിവസം അത്താഴ വിരുന്നോടും ആകാശവർണ്ണ വിസ്മയത്തോടും കൂടി ഗംഭീരമാക്കി. ഡിസംബർ മാസത്തിൽ ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടത്തിയ കരോൾ വളരെ ഭംഗിയായി നടത്തപ്പെട്ടു. യൂണിറ്റിലേക്കുള്ള കരോളിനു വേണ്ടി വണ്ടിയിൽ ക്രിബ് ഒരുക്കിയും ലൈവ് പുൽക്കൂടായും പള്ളിയിൽ നിന്നും ഉണ്ണിയെ വീടുകളിലേക്ക് കൊണ്ടുവന്നു. ക്രിസ്തുമസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുക്കുകയും കുടുംബയോഗത്തിൽ വച്ച് കുടുംബാംഗങ്ങൾ പരസ്പരം ഗിഫ്റ്റ് കൈമാറി ആശംസകൾ നേർന്നു. 2024 ക്രിസ്തുമസിനോടനുബന്ധിച്ച് സെൻട്രൽ കമ്മിറ്റി ഒരുക്കിയ ട്രീ മത്സരത്തിലും സ്റ്റാർ മേക്കിംഗ് മത്സരത്തിലും കരോൾ ഗാന മത്സരത്തിലും നമ്മുടെ യൂണിറ്റിന്റെ സജീവ പങ്കാളിത്തം ഉണ്ടായിരുന്നു. 24-ലെ കരോൾ ഗാനത്തിന് 3ാം സ്ഥാനം ലഭിക്കുകയും ചെയ്തു. ഇടവക ദിനത്തോടനുബന്ധിച്ച് ഇടവകയിൽ നടത്തിയ കലാ കായിക മത്സരങ്ങളിൽ 18 യൂണിറ്റുകൾ കൂടി നടത്തിയ വാശിയേറിയ മത്സരത്തിൽ 2ാം സ്ഥാനവും റവറൻ ഫാദർ ഡേവിസ് ചക്കേത്ത് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിയും ക്യാഷ് അവാർഡും സ്വന്തമാക്കുവാൻ സാധിച്ചു. ഫാദേഴ്സ് ഡേയോടനുബന്ധിച്ച് യൂണിറ്റിലെ
എല്ലാ അപ്പച്ചന്മാരെയും സ്വന്തം മക്കൾ തന്നെ ബൊക്കെയും സമ്മാനവും നൽകി ആദരിച്ചത് അപ്പന്മാർക്കും മക്കൾക്കും പുതിയ ഒരു അനുഭവമായിരുന്നു. ഇതുപോലുള്ള ഒരു സന്തോഷ മുഹൂർത്തം ഒരുക്കിയതിന് അവർ നന്ദി പറയുകയും ചെയ്തു. നമ്മുടെ ദേവാലയത്തിന്റെ സിൽവർ ജൂബിലിയോടനുബന്ധിച്ച് 2025 ജനുവരി 1 മൂഴിക്കുളം ഫൊറോന ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച ദീപശിഖ പ്രയാണത്തിൽ നമ്മുടെ യൂണിറ്റിലെ നിരവധി പേർ പങ്കെടുത്തു. ജൂബിലി വർഷത്തിലെ പ്രവർത്തനങ്ങളുടെ സുഗമമായ നടത്തിപ്പിനു വേണ്ടി എന്റെ പള്ളിക്ക് എന്റെ വീടിന്റെ പങ്ക് എന്നതിലേക്ക് ഓരോ വീടുകളിലേക്കും കുടുക്ക നൽകി 2,29,508 എന്ന നല്ലൊരു തുക സമാഹരിച്ച് നൽകുവാൻ സാധിച്ചു. പങ്കാളികളായ എല്ലാ യൂണിറ്റ് അംഗങ്ങൾക്കും അഭിനന്ദനങ്ങൾ. സിൽവർ ജൂബിലി വർഷത്തിൽ നടത്തപ്പെട്ട തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധ അന്തോണീസിന്റെ ഇടവക സന്ദർശനത്തിൽ യൂണിറ്റ് അംഗങ്ങൾ വാഹന റാലിയായി പുണ്യവാളനെ എതിരേൽക്കുകയും തുടർന്ന് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നെല്ലിശ്ശേരി വർഗീസ് ബെന്നിയുടെ വസതിയിൽ എത്തുകയും തുടർന്ന് നൊവേനയും പുണ്യവാളനെ ആസ്പദമാക്കിയുള്ള സ്കിറ്റും സ്നേഹവിരുന്നും കരിമരുന്ന് പ്രയോഗവും നടത്തി പുണ്യവാളന്റെ വരവ് ആഘോഷമാക്കി. 2025 വിശുദ്ധ അന്തോണീസിന്റെ തിരുനാളിന് നമ്മുടെ യൂണിറ്റിൽ നിന്നും 166 പ്രസുതേന്തിമാർ ഉണ്ടായിരുന്നു. 18 യൂണിറ്റുകളിൽ വച്ച് ഏറ്റവും കൂടുതൽ പ്രസുതേന്തിമാർ ഉണ്ടായിരുന്നത് നമ്മുടെ യൂണിറ്റിൽ നിന്നാണ്. തിരുനാളിനോടൊരുക്കമായി പള്ളിയുടെ ഉൾവശം മനോഹരമായി അലങ്കരിക്കുന്നതിനുള്ള പൂക്കൾ ഉണ്ടാക്കിയത് നമ്മുടെ യൂണിറ്റ് അംഗങ്ങളാണ്. സഹകരിച്ച എല്ലാവർക്കും നന്ദി. തിരുനാളിനോടനുബന്ധിച്ച് വീടുകളിലേക്കുള്ള അമ്പ് കൊണ്ടുവരൽ എല്ലാവരുടെയും പങ്കാളിത്തത്തോടെ ഭംഗിയായി നടത്തി. ജനുവരിയിൽ നമ്മുടെ സെന്റ് റോക്കി കപ്പേള തിരുനാൾ ഭംഗിയായി നടത്തപ്പെട്ടു. നടത്തിയ 5 പ്രസിഡന്റിമാരിൽ 4 പ്രസിഡന്റിമാർ നമ്മുടെ യൂണിറ്റിൽ നിന്നായിരുന്നു. നമ്മുടെ ഇടവകാംഗമായ സിസ്റ്റർ പ്രീതി മേരിയെ അന്യായമായി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് നടത്തപ്പെട്ട റാലിയിലും പൊതുസമ്മേളനത്തിലും നമ്മുടെ യൂണിറ്റിൽ നിന്നും നിരവധി ആളുകൾ പങ്കെടുത്തു. സിൽവർ ജൂബിലിക്ക് സമാപനം കുറിച്ചുകൊണ്ട് 2025 ഡിസംബർ 28 പുളിയനം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വർണ്ണശബളമായ ഘോഷയാത്രയിൽ 15-16 യൂണിറ്റുകൾ ഉൾപ്പെടുന്ന ഒറ്റ സോണിൽ ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് പങ്കെടുക്കുകയും ടാബ്ലോ, മാർഗംകളി എന്നിവ അവതരിപ്പിക്കുകയും ചെയ്തു. 2024-25 വർഷങ്ങളിൽ ദേവാലയവും പരിസരവും വൃത്തിയാക്കലും കാഴ്ച സമർപ്പണവും യൂണിറ്റ് അംഗങ്ങളുടെ പൂർണ്ണ സഹകരണത്തോടെ നടത്തി. സഹകരിച്ച എല്ലാ യൂണിറ്റ് അംഗങ്ങൾക്കും നന്ദി. കഴിഞ്ഞ 2 വർഷങ്ങളിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും കർത്താവിന്റെ സ്വർഗീയ ഭവനത്തിലേക്ക് വിളിക്കപ്പെട്ട കല്ലറയ്ക്കൽ ഔസേപ്പ് ഭാര്യ ഏലിയ, കല്ലറയ്ക്കൽ ജോസഫ് ഭാര്യ കൊച്ചുത്രേസ്യ, കല്ലറയ്ക്കൽ ഔസേപ്പ് ഭാര്യ അന്നം, കല്ലറയ്ക്കൽ കുഞ്ഞുവറീത് ബേബി, കല്ലറയ്ക്കൽ ദേവസിക്കുട്ടി, ചക്കേത്ത് ജോസ് ഭാര്യ ആനീസ് എന്നിവർക്ക് സെന്റ് മേരീസ് ഫാമിലി യൂണിറ്റിന്റെ ആദരാഞ്ജലികൾ. പിന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് കഴിഞ്ഞ 2 വർഷത്തിൽ നമ്മുടെ യൂണിറ്റിൽ നിന്നും നടത്തിയ 5 യാത്രകൾ. ഒരു വേളാങ്കണ്ണി തീർത്ഥാടനം, 2 14 പള്ളി സന്ദർശനം, 2 മലയാറ്റൂർ തീർത്ഥാടനം. ഓരോ യാത്രയും ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരുപിടി നല്ല നിമിഷങ്ങൾ സമ്മാനിച്ചവയായിരുന്നു. സഹകരിച്ച ഏവർക്കും നന്ദി. ഇന്നത്തെ വാർഷികത്തോടനുബന്ധിച്ച് എല്ലാ പ്രായത്തിലും പെട്ട അംഗങ്ങൾക്ക് പങ്കെടുക്കുവാൻ കഴിയുന്ന വ്യത്യസ്തവും രസകരവുമായ കായിക മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഇന്നത്തെ വാർഷികത്തിനോടനുബന്ധിച്ച് യൂണിറ്റിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും സജീവമായി പങ്കെടുക്കുന്നുണ്ട്. പരിപാടികളുടെ വിജയത്തിനായി വേണ്ടുന്ന സഹായങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കലാസന്ധ്യയിലും ഭൂരിഭാഗം ആളുകളുടെയും പങ്കാളിത്തമുണ്ട്. സെന്റ് മേരീസ് ഫാമിലി യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക്
എന്നും ശക്തമായ നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട വികാരി റവറൻ ഫാദർ ജോൺ പൈനുങ്കൽ, അസിസ്റ്റന്റ് വികാരി ഫാദർ ടോജോ വാഴയിൽ, യൂണിറ്റ് ഭാരവാഹികൾ, യൂണിറ്റിന്റെ പ്രവർത്തനങ്ങൾക്ക് സജീവ സാന്നിധ്യമായ കുടുംബ യൂണിറ്റ് അംഗങ്ങൾ, യുവജനങ്ങൾ, കുഞ്ഞുങ്ങൾ, നമ്മളോടൊപ്പമായിരിക്കുന്ന നാനാജാതി മതസ്ഥർ, ഏവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി.